പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്നലെ രാത്രിയോടുകൂടി പ്രസിദ്ധീകരിച്ചുവെങ്കിലും പലർക്കും അത് പരിശോധിക്കാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ അലോട്ട്മെൻറ്റ് പിൻവലിക്കുകയും ഇപ്പോൾ എല്ലാവർക്കും പരിശോധിക്കാവുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു കണക്കിനും വീഡിയോ ചിത്രീകരിച്ചു. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഓരോ കാര്യങ്ങളും വിശദീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. 17/6/2024 വൈകുന്നേരം 5 മണി വരെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അന്ന് വൈകുന്നേരം 3 മണി വരെ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നവർ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ പേജിലെത്തി സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ PDF ഫയൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്തവരെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല എന്ന് യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കിപ്പോൾ എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നത്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ സ്ക്രീനിൽ നൽകിയിരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വെബ്സൈറ്റിലേക്കുള്ള കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്നതിൽ പ്രസ് ചെയ്യുക. പിന്നീട് നിങ്ങളെത്തുന്ന പേജിൽ ഏറ്റവും താഴെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ ലോഗിൻ ചെയ്യാനായി നിങ്ങളുടെ CAP IDയും സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷയിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ലോഗിൻ ചെയ്താൽ നിങ്ങളെത്തുന്ന പ്രൊഫൈൽ പേജാണിത്. ഇവിടെ ഒരുപാട് ഐക്കണുകൾ കാണാവുന്നതാണ്. ആദ്യം ഏറ്റവും മുകളിൽ നൽകിയിട്ടുള്ളത് അലോട്ട്മെൻറ്റ് എന്നതാണ്. അതിൽ പ്രസ് ചെയ്താണ് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്. ഓരോ ഐക്കണിൻ്റെ താഴെയും ക്ലിക്ക് ഹിയർ എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്താണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുക. നമ്മൾ ഈ ഒരു വിദ്യാർത്ഥിയുടെ അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് വഴിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു വിദ്യാർത്ഥിക്ക് ഏത് കോളേജിൽ, ഏത് കോഴ്സിൽ, എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്, ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം ആർക്കും എവിടെയും ഒരു അഡ്മിഷനൊന്നും ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കോളേജുമായി ബന്ധപ്പെടുകയോ ഫീ പേയ്മെൻറ്റ് നടത്തുകയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ആവശ്യമുണ്ട് എങ്കിൽ മാത്രം ആപ്ലിക്കേഷനിൽ എഡിറ്റിംഗ് വരുത്തിയാൽ മതിയാകുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ, കുറഞ്ഞ ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജുകളും കോഴ്സുകളും ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ഓപ്ഷൻ നൽകുന്ന കോളേജുകൾ മാത്രം ഓപ്ഷനിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്കുള്ള അഡ്മിഷൻ സാധ്യത ഇല്ലാതാകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു പേജിലുള്ള ഹോം എന്ന ഐക്കണിൽ പ്രസ് ചെയ്താൽ ഇതിൻ്റെ മുമ്പുള്ള പഴയ പേജിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരുന്നതാണ്. ഇവിടെ മറ്റു കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാനുള്ള ഐക്കണുകൾ കാണാവുന്നതാണ്. ഡൗൺലോഡ്, പ്രിൻ്റ് ഔട്ട്, ചലാൻ, റെസിപ്റ്റ്, അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ, ക്യാൻസൽ. അത് രണ്ടും ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കില്ല. പിന്നെ മറ്റൊന്ന് കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ്. അതായത് കമ്മ്യൂണിറ്റി അഡ്മിഷൻ അർഹതയുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി നടത്തുന്ന എയ്ഡഡ് കോളേജുകളിൽ നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് ഈ ഒരു ഐക്കണിലാണ് കാണിക്കുക. കമ്മ്യൂണിറ്റി വഴി അഡ്മിഷൻ ലഭിച്ചാലും സാധാരണ അലോട്ട്മെൻറ്റ് വഴി ലഭിച്ചാൽ നൽകേണ്ട ഫീസ് തന്നെ നൽകിയാൽ മതിയാകുന്നതാണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആപ്ലിക്കേഷനിൽ കമ്മ്യൂണിറ്റി അഡ്മിഷൻ ആവശ്യമുണ്ടോ എന്ന സ്ഥാനത്ത് യെസ് എന്ന് നൽകി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി അഡ്മിഷൻ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി നടത്തുന്ന എയ്ഡഡ് കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം 20 ഓപ്ഷനുകളാണ് നൽകാൻ വേണ്ടി സാധിക്കുക. ആ 20 ഓപ്ഷനുകൾക്കുള്ളിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അഡ്മിഷൻ സാധ്യതയുള്ള കോളേജുകളും കോഴ്സുകളും ഉണ്ടായിരിക്കേണ്ടതാണ്. മുൻപ് ആപ്ലിക്കേഷൻ നൽകുമ്പോൾ കമ്മ്യൂണിറ്റി അഡ്മിഷന് വേണ്ടി യെസ് എന്ന് നൽകാത്ത വിദ്യാർത്ഥികളും അതുപോലെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികളും ഉണ്ടെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ അതിൽ മാറ്റങ്ങളെല്ലാം വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ പൊതുവെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇവിടെ കാണുന്ന ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന അൺലോക്ക് എഡിറ്റ് എന്നതിൻ്റെ ഐക്കണിൽ ലിങ്കിൽ പ്രസ് ചെയ്യുക. പിന്നീട് നിങ്ങൾ എത്തിച്ചേരുന്ന ഈ ഒരു ചെറിയ വിൻഡോയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സെക്യൂരിറ്റി കീ, പാസ്വേഡ് പോലെ നൽകിയിട്ടുള്ള സെക്യൂരിറ്റി കീ നൽകി സബ്മിഷൻ നടത്തുക. അടുത്ത പേജിൽ ആപ്ലിക്കേഷൻ്റെ ഓരോ ഭാഗങ്ങളും എഡിറ്റ് ചെയ്യാനുള്ള ടാബുകൾ മുകളിൽ നൽകിയതായിട്ട് കാണാവുന്നതാണ്. ഇവിടെ കോളേജ് ഡീറ്റെയിൽസ് എന്നതിൽ പ്രസ് ചെയ്താണ് ഓപ്ഷനിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടത്.
ഞാനിവിടെ കോളേജ് ഡീറ്റെയിൽസ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യാൻ എന്ന ലിങ്കിൽ ടാബിൽ പ്രസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മുൻപ് നൽകിയിരുന്ന എല്ലാ ഓപ്ഷനുകളും താഴെ കാണിക്കുന്നതാണ്. ഇനി പുതിയ ഓപ്ഷൻ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. പഴയത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നൽകിയ ഓപ്ഷൻ്റെ സ്ഥാനവും മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷനൊന്നും നൽകാൻ വേണ്ടി സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും കോളേജിലാണ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ മതിയാകുന്നതാണ്. ഓപ്ഷനിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഏറ്റവും താഴെ കാണുന്ന സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഐക്കണിലാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പേജ് സേവ് ആകുന്നതാണ്. ഇങ്ങനെ ഓരോ പേജിലും നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എങ്കിൽ സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോ മാറ്റങ്ങളും വരുത്തിയ ശേഷം ആപ്ലിക്കേഷൻ പ്രിവ്യൂ എന്ന പേജിലേക്ക് എത്തി. ഇത് ആപ്ലിക്കേഷൻ പ്രിവ്യൂ പേജാണ്. ഇവിടെ ഈ കാണുന്ന ഓരോ ചെക്ക് ബോക്സുകളിലും ടിക്ക് ചെയ്ത് ഈ ഒരു പേജിൻ്റെ ഏറ്റവും താഴെ എഗ്രി എന്നൊരു ചെക്ക് ബോക്സ് കൂടി ഉണ്ടാവും. അതിലും ടിക്ക് ചെയ്ത് സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കൺഫർമേഷൻ പൂർത്തിയാകുന്നതാണ്. നിങ്ങൾ പഴയ പേജിലേക്ക് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടെ ഡൗൺലോഡ് പ്രിൻ്റ് എന്ന ഐക്കൺ കാണാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ PDF ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് എത്ര തവണ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. 17/6/2024 വൈകുന്നേരം 3 മണി വരെയാണ് അതിനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ഇനിയുമുള്ള പ്രധാനപ്പെട്ട സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുമായെല്ലാം ബന്ധപ്പെട്ട പൊതുവെയുള്ള മറ്റൊരു വീഡിയോ, നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.